ദൈവത്തിനു സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 32:8 എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് യഥാർത്ഥ വിവേകം? ഒരു കാര്യം പൂർത്തിയാക്കാനുള്ള അറിവും വൈദഗ്ധ്യവും ഉണ്ടായിരിക്കുക എന്നീ രണ്ട് പ്രധാന ആശയങ്ങളാണ് വിവേകത്തിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സവിശേഷ സ്വഭാവമാണ് വിവേകം എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 26:12, സദൃശവാക്യം 3:19 ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിവേകത്തിൻ്റെ പരമമായ ഉറവിടം ദൈവമാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസം കൂടിയതുകൊണ്ട് ഒരുവന് വിവേകമുണ്ടാകണമെന്നില്ല. പ്രായം കൂടിയതുകൊണ്ട് വിവേകം ഉണ്ടാകണമെന്ന് ഇല്ല. ഇന്ന് നാം ലോകത്ത് കാണുന്നതായ സംഭവ വികാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ പോലും പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, എത്രയോ പൈശാചികമായ കൊലപാതകങ്ങൾ, ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവേകശൂന്യമായ ഭാര്യയുടെ ഇടപെടൽ, വിവേകശൂന്യമായ ഭർത്താവിൻ്റെ ഇടപെടൽ, ഇതൊക്കെ നിമിത്തമായി അനേക കുടുംബങ്ങൾ അനുനിമിഷം ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി തകരുന്നത് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആയതുപോലെ ലോകത്ത് നോക്കിയാൽ തന്നെയും ഭരണകർത്താക്കളിൽ നോക്കിയാൽ തന്നെയും ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശലോമോൻ ദൈവത്തോട് യഥാർത്ഥമായ വിവേകവും ജ്ഞാനവും ചോദിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയുമല്ലോ. എന്നാൽ ഇന്ന് പല ഭരണകർത്താക്കളും അന്യദൈവങ്ങളുടെ മുമ്പിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി കിടന്ന് അവര് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തോട് ആലോചന ചോദിക്കാതെ മറ്റ് പലയിടങ്ങളിൽ ഒക്കെ കടന്നു പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന് തന്നെ അതിൻ്റെതായ അനേക തിക്തഫലങ്ങളാണ് പേറേണ്ടി വരുന്നത് എന്നും നാം ഓർത്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അനുനിമിഷം ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, ഇതെല്ലാം നാം നോക്കുമ്പോൾ വിവേകശൂന്യമായ മനുഷ്യൻ്റെ ഇടപെടലുകളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇസ്രയേലും പാലസ്തീനും തമ്മിൽ എത്രയോ നാളുകളായി പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലും അനേക കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായ ഒരു വിവേകം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്തുവാൻ എപ്പോഴേ കഴിയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ കേരളക്കരയെ ഓർമ്മിപ്പിച്ചതായ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ട്രിവാൻഡ്രത്ത് മേയറായിരിക്കുന്ന ആ സഹോദരിയും അവരുടെ ഭർത്താവ് MLA ആയിരിക്കുന്ന ആ പ്രിയപ്പെട്ടവനും അവർ കുടുംബമായിട്ട് യാത്ര ചെയ്തു വരുന്ന കാറിന് ഉടൻ സൈഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ സൂപ്പർ ഫാസ്റ്റ് അവർ തടയുകയാണ്, ആ ഡ്രൈവറെ തടയുകയാണ്. സീബ്ര ക്രോസിന് മുമ്പിൽ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിടുന്നു, അവരോട് ഷൗട്ട് ചെയ്യുന്നു. യാത്രക്കാരെ മുഴുവനും ആ രാത്രിയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വിവേകശൂന്യമായി ഇറക്കി വിടുന്നു. അപ്പോൾ പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ അധികാരമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ മനുഷ്യന് വിവേകം ഉണ്ടാകണമെന്ന് ഇല്ല. അല്പമൊക്കെ ഒരു ആത്മസംയമനം അവർ പാലിച്ചിരുന്നെങ്കിൽ നിയമപരമായി മറ്റു വഴികൾ എത്രയോ ഉണ്ട്. ഇതാണ് മനുഷ്യൻ്റെ വിവേകശൂന്യമായ കാര്യങ്ങൾ പലയിടങ്ങളിലും ഇപ്രകാരമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഇയ്യോബ് പറയുന്നത് പോലെ, അതെ, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. യഥാർത്ഥമായി
ദൈവത്തിലൂടെ, ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ മനുഷ്യന് വിവേകം ലഭിക്കത്തുള്ളൂ. അങ്ങനെയൊരു ആ അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം ധന്യമാകത്തുള്ളൂ. ഈ ലോക ജീവിതത്തിന് അപ്പുറമായിട്ട് ഒരു നിത്യജീവൻ കൂടെ മനുഷ്യനുണ്ട് എന്ന് കാണുന്നത് കൂടിയാണ് യഥാർത്ഥമായ വിവേകം. അതിനായി ജീവിക്കുന്നതാണ് യഥാർത്ഥമായ വിവേകം. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായിട്ട് ആ വിവേകം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തോട് ആ വിവേകം ചോദിച്ചു വാങ്ങിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അഭിഷേകാഗ്നിയായി പറന്നിറങ്ങിടുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ പരിശുദ്ധ